മെറ്റൽസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് നമ്മളൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് മിനറൽസ്. വാട്ട് ആർ മിനറൽസ്? മിനറൽസ് എന്ന് പറയുന്നത് എന്താണ്? The metallic compounds present in the earth's crust, which is seen in the earth's crust, we call it as a minerals. അല്ലെ, ഭൂമിയുടെ അടിയിൽ ഉള്ള മെറ്റാലിക് കമ്പൗണ്ട്സിനെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെറ്റൽ എടുത്താൽ അതിന് പല മിനറൽസ് ഉണ്ട്. അപ്പൊ എല്ലാം ഇന്ന് കമ്പൈൻഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പൊ കമ്പൈൻഡ് സ്റ്റേറ്റിൽ പറഞ്ഞാൽ അതിന്റെ ഓക്സൈഡ് ഫോമിലായിരിക്കാം, ഫ്ലൂറൈഡ് ഫോമിലായിരിക്കാം, കാർബണേറ്റ് ഫോമിലായിരിക്കാം, അങ്ങനെ പല ഫോമിലും കമ്പൈൻഡ് ഫോമിലായിരിക്കും നമുക്ക് ഈ മിനറൽസിന് കിട്ടുന്നത്. അപ്പൊ ഈ ഭൂമിയുടെ അടിയിൽ ഉള്ള മിനറൽസിന് നമ്മൾ ഏത് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ത്രൂ മൈനിങ് അല്ലെ. അപ്പൊ നമ്മൾ നമ്മൾ കേട്ട് കാണണം മൈനിങ് എന്താണ്, ടിവിയിലൊക്കെ നമ്മൾ കേട്ട് കാണണം. അപ്പൊ അങ്ങനെയാണ് ത്രൂ ദ മൈനിങ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ മിനറൽസിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് എൻ ഓർ. അപ്പൊ ഓർ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഒരു മെറ്റൽ എടുത്താൽ അതിന് പല ടൈപ്സ് ഓഫ് മിനറൽസ് ഉണ്ട്. അപ്പൊ എല്ലാ മിനറൽസിനും നമുക്ക് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഏത് മെറ്റൽസിനെയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ എടുക്കുന്നത്? ഏത് മിനറൽസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. A mineral from which a metal is economically, easily and quickly extracted is called the ore of the metal. ഓർ എന്ന് പറഞ്ഞാൽ എന്താ? ഓറും മിനറൽ ആണ് അല്ലെ. ആ മിനറൽ എന്തായിരിക്കണം? ആ മിനറലിന്റെ ഉള്ളിൽ ആ മെറ്റലിന്റെ പെർസെൻറ്റേജ് എന്തായിരിക്കണം? ഹൈ പെർസെൻറ്റേജ് ഓഫ് മെറ്റൽ ആയിരിക്കണം. ആ മിനറലിൽ നിന്ന് ആ മെറ്റല് എന്തായിരിക്കും? എക്കണോമിക്കലായിട്ട് ലോ കോസ്റ്റില് എളുപ്പത്തില് വളരെ പെട്ടെന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയതായിരിക്കണം. അതിനെയാണ് നമ്മൾ ഓർ എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഓൾ ഓർസ് ആർ, നമ്മൾ പഠിച്ചായിരുന്നു ഓൾ ഓർസ് ആർ മിനറൽസ് ബട്ട് ആർ ഓൾ മിനറൽസ് ഓർസ് അല്ല. നോ, ഓൾ ഓർസ് ആർ മിനറൽസ് ബട്ട് ഓൾ മിനറൽസ് ആർ നോട്ട് ഓർസ്. അപ്പൊ അത് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റൽസ് പഠിച്ചായിരുന്നു. അതിന്റെ ഏതൊക്കെയാ ഓർസ്, അതിന്റെ കെമിക്കൽ ഫോർമുല എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ഭാഗം എന്നുള്ളത് മെറ്റലർജിയാണ്. എന്താണ് ഈ മെറ്റലർജി എന്ന് പറയുന്നത്? അപ്പൊ ഒരു മെറ്റൽ, പ്യുവർ മെറ്റൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? പ്യുവർ മെറ്റൽ ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഇറ്റ്സ് ഓർ അല്ലെ. നമുക്ക് പല സ്റ്റെപ്പ് ഉണ്ട്. ഒരു ഓറിൽ നിന്ന് ഒരു പ്യുവർ മെറ്റൽ കിട്ടാൻ വേണ്ടി പല മെത്തേഡ് ഉണ്ട്, ആ പ്രോസസ് ഉണ്ട്. ആ entire process of obtaining a pure metal from its ore we call it as a metallurgy. അപ്പൊ ആ മെറ്റലർജി പ്രോസസ്സില് 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഉണ്ട്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ്? ആദ്യത്തെ സ്റ്റേജ് കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. രണ്ടാമത്തെ സ്റ്റേജ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റിഫൈനിങ് ഓഫ് മെറ്റൽസ് ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് പഠിച്ചായിരുന്നു. ദ മെത്തേഡ്സ്, 4 മെത്തേഡ്സ് നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്? ദ പ്രോസസ് ഓഫ് റിമൂവിംഗ് ദ ഇംപ്യൂരിറ്റീസ് ഫ്രം ദ ഓർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ എർത്ത് ക്രസ്റ്റ് is termed as concentration of ores അല്ലെ. അപ്പോ നമ്മള് ഒരു ഓറില് ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും അല്ലെ. നമ്മുടെ എർത്ത് ക്രസ്റ്റിലാണ് നമുക്ക് ആ ഓറ് കിട്ടുന്നത്. ആ ഓറില് എർത്ത് ക്രസ്റ്റ് ഇംപ്യൂരിറ്റീസ് കാണാം അല്ലെ. എർത്ത്ലി ഇംപ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ മണ്ണ് കാണാം, ക്ലേ കാണാം അല്ലെ, വേറെ മെറ്റൽസും കാണാം, വേറെ പല കമ്പൗണ്ട്സും കാണാം. അപ്പൊ ആ അൺവാണ്ടഡ് ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ എർത്ത്ലി ഇംപ്യൂരിറ്റീസിനെ കളയാൻ വേണ്ടിയുള്ള മെത്തേഡാണ് ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. അപ്പൊ ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർസിൽ നമ്മൾ എന്താണ് മെയിൻ ഇന്റൻഷൻ എന്താണ്? അവിടെ നമ്മൾ ആ ഓറിൽ നിന്ന്
ഉള്ള ആ ഓറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇംപ്യൂരിറ്റീസിനെ കളയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് എന്ന് പറയുന്നത്. അതിൽ 4 മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ 4 മെത്തേഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഹൈഡ്രോളിക് വാഷിംഗ്. ഈ ഹൈഡ്രോളിക് വാഷിംഗ് നമ്മൾ ഏതിന്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്? ഇതില് ഇംപ്യൂരിറ്റീസ് എന്തായിരിക്കണം? ലൈറ്റർ ആയിരിക്കണം. ഓർ പാർട്ടിക്കിൾ എന്തായിരിക്കണം? ഹെവിയർ ആയിരിക്കണം. അങ്ങനെ ഉള്ള കണ്ടീഷനിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോളിക് വാഷിംഗ് ഓർ ലീവിഗേഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്, ഗ്രാവിറ്റി സെപ്പറേഷൻ അല്ലെ? ഓക്കെ. അപ്പൊ ഏതൊക്കെ ഓർസ് ആണ് നമ്മൾ ഈ മെത്തേഡിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഇതില് ഓക്സൈഡ് ഓർസും പിന്നെ ഓർസ് ഓഫ് ഗോൾഡ്. അടുത്ത മെത്തേഡ് പഠിച്ചത് നമ്മൾ ക്രോസ് ഫ്ലോട്ടേഷൻ മെത്തേഡ്. ഇതിൽ എന്തായിരിക്കണം? ഇംപ്യൂരിറ്റി എന്തായിരിക്കണം? ഹെവി ആയിരിക്കണം. ഓർ പാർട്ടിക്കിള് ലൈറ്റർ ആയിരിക്കണം. അപ്പൊ ഏത് ടൈപ്പ് ഓർസിനെയാണ് നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത്? സൾഫൈഡ് ഓർസിനെ മാത്രമാണ് നമ്മൾ ഈ മെത്തേഡിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ പഠിച്ചത് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഈ മാഗ്നറ്റിക് സെപ്പറേഷനിലെ മെത്തേഡിൽ എന്തായിരിക്കും? ഒന്നുമില്ല ഓർ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റി എന്തായിരിക്കണം? മാഗ്നറ്റിക് നേച്ചർ ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ മെത്തേഡ് നമ്മൾ ചെയ്യത്തുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഓർ ഓഫ് അയൺ, കോൺസെൻട്രേഷൻ ഓഫ് മാഗ്നറ്റൈറ്റ് ഓർ, നോൺ മാഗ്നറ്റിക് ഓർ ഓഫ് ടിൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് 4ാമത്തെ മെത്തേഡ് എന്താണ്? ലീച്ചിങ്. ഈ ലീച്ചിങ് മെത്തേഡിൽ എന്തായിരിക്കും? ഓർ എന്തായിരിക്കും? ഓറ് നമ്മൾ എടുത്തേക്കുന്ന ആ കെമിക്കൽ സൊല്യൂഷനിൽ ഓറ് ഡിസോൾവ് ആവും. പക്ഷെ ഇംപ്യൂരിറ്റി ഡിസോൾവ് ആവോ? ഇംപ്യൂരിറ്റി ഡിസോൾവ് ആവത്തില്ല. അപ്പൊ നമ്മൾ ആ ഇംപ്യൂരിറ്റീനെ എങ്ങനെ കളയും? ത്രൂ ദ ഫിൽട്ടർ ചെയ്ത് നമ്മൾ ആ ഇംപ്യൂരിറ്റീനെ നമ്മൾ കളയും. അപ്പൊ ഈ മെത്തേഡിൽ ലീച്ചിങ് ഇസ് കെമിക്കൽ പ്രോസസ് മെത്തേഡ്, കെമിക്കൽ മെത്തേഡാണ്. അപ്പോ ഇവിടെ ഈ ലീച്ചിങ് പ്രോസസ് ഏത് ടൈപ്പ് ഓഫ് ഓറിനെയാണ് നമ്മൾ ലീച്ചിങ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓർ ഓഫ് അലുമിനിയം, അതായത് ബോക്സൈറ്റിനെ നമ്മൾ ഈ മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടേബിൾ പഠിച്ച 2 ടേബിൾ, ആ ടേബിള് കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ. നെക്സ്റ്റ് മെത്തേഡ് ഏതാണ്? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. അപ്പൊ നമ്മൾ മെറ്റലർജിയിൽ 3 ഇമ്പോർട്ടന്റ് സ്റ്റേജ് അല്ലെങ്കിൽ 3 ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് നമ്മൾ പഠിച്ചായിരുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2ാമത്തെ സ്റ്റെപ്പാണ് പഠിക്കാൻ പോകുന്നത്, അതായത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. അപ്പൊ കഴിഞ്ഞ കോൺസെൻട്രേഷൻ ഓഫ് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ഓറിലുള്ള ഇംപ്യൂരിറ്റീസ്, ഗാംഗി ഇംപ്യൂരിറ്റീസിനെ, അതായത് സാൻഡോ ക്ലേ വേറെ എന്തെങ്കിലും കമ്പൗണ്ട്സിനെ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു അല്ലെ? നെക്സ്റ്റ് ഈ സ്റ്റെപ്പില് 2 സ്റ്റേജ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഇറ്റ്സ് ഓക്സൈഡ്. അപ്പോ നമ്മൾ ചെയ്തേക്കുന്നത് ആദ്യത്തെ സ്റ്റേജിൽ ചെയ്ത ഓർ, കോൺസെൻട്രേറ്റഡ് ഓറിനെ നമ്മൾ എന്തായിട്ട് മാറ്റുന്നു? ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ആ ഓക്സൈഡിനെ നമ്മൾ റിഡക്ഷൻ ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു, അതായത് റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ്. നമുക്ക് ആദ്യത്തെ സ്റ്റേജ് നോക്കാം, കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഓക്സൈഡ്. അപ്പൊ ഓക്സൈഡ് ഒരു കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 2 മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ആദ്യത്തെ മെത്തേഡ് കാൽസിനേഷൻ, 2ാമത്തെ മെത്തേഡ് റോസ്റ്റിംഗ്. എന്താണ് ഈ കാൽസിനേഷൻ എന്ന് നോക്കാം. Calcination is the process of heating the concentrated ore in the absence of air at a temperature below its melting point. Carbonates and hydroxides of the metals decompose to form their oxides. അപ്പോൾ കാൽസിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ കോൺസെൻട്രേറ്റഡ് ഓർ, നമുക്ക് കിട്ടിയിരിക്കുന്ന ആ കോൺസെൻട്രേറ്റഡ് ഓറിനെ എയർ ഇല്ലാതെ ഹീറ്റ് ചെയ്യണം. എപ്പോ വരെ നമ്മൾ ഹീറ്റ് ചെയ്യണം?
ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് വരെ നമ്മൾ അത് ഹീറ്റ് ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടിയും പറയാം, കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ് of heating the concentrated ore in the absence of air. Absence of air important ആണ് ഇവിടെ. അപ്പോ ഒരെണ്ണം റോസ്റ്റിംഗ് നമ്മൾ പഠിക്കാൻ പോണത് അത് പ്രസൻസ് ഓഫ് എയറിലായിരിക്കും. കാൽസിനേഷൻ നടത്താൻ പോണത് എന്തായിരിക്കും? ആബ്സെൻസ് ഓഫ് എയർ അറ്റ് എ ടെമ്പറേച്ചർ. എവിടം വരെ, എത്ര മാത്രം വരെ ഹീറ്റ് ചെയ്യണം? അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ആ മെൽറ്റിംഗ് പോയിന്റിന് തൊട്ട് താഴെ വരെ നമ്മൾ അതിനെ എയർ ഇല്ലാതെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഈ കാൽസിനേഷൻ മെത്തേഡില് ഏതൊക്കെ ഓർസിനെയാണ്, ഏതൊക്കെ എക്സാമ്പിൾസ് എന്തായിരിക്കും? കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ഓഫ് ദ മെറ്റൽസ് ഡീകമ്പോസ് ടു ഫോം ദ ഓക്സൈഡ്സ്. ഇപ്പൊ കാർബണേറ്റ്സ് ഉണ്ടെങ്കിൽ കാൽഷ്യം, സപ്പോസ് ഫോർ എക്സാമ്പിൾ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടെങ്കിൽ അത് കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ്സ് ഉണ്ടെങ്കിൽ അതിനെ ഓക്സൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ആ പ്രോസസ്സിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് നോക്കിയ റോസ്റ്റിംഗ്. അപ്പൊ ഞാൻ പറഞ്ഞു കാൽസിനേഷൻ ആബ്സെൻസ് ഓഫ് എയറിലാണെങ്കിൽ റോസ്റ്റിംഗ് എന്തായിരിക്കും? ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. Okay, roasting is the process of heating the concentrated ore in a current of air at a temperature below its melting point. രണ്ടെണ്ണത്തിന് ഡെഫിനിഷൻ സെയിം ആണ്. ഒരെണ്ണം എന്തായിരിക്കും? ആബ്സെൻസ് ഓഫ് എയർ. ഞാൻ ഏതായിരിക്കും? പ്രസൻസ് ഓഫ് എയർ. അത് അത്രയുള്ള വ്യത്യാസം. അപ്പോ റോസ്റ്റിംഗ് എന്താണ്? റോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കോൺസെൻട്രേറ്റഡ് ഓറിനെ എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. എത്രമാത്രം നമ്മൾ ഹീറ്റ് ചെയ്യുന്നു? അത് ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. അതിനെയാണ് നമ്മൾ റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ റോസ്റ്റിംഗ് മെത്തേഡില് എന്താവും? ഇവിടെ when concentrated is subjected to roasting, the moisture present in it is removed as vapor, sulfide ore combined with oxygen to form its oxide. അപ്പോ ഇവിടെ സൾഫൈഡ് ഓർസിനെയാണ് നമ്മൾ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നേരത്തെ പഠിച്ചത് കാൽസിനേഷനിൽ കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? നമ്മൾ സൾഫൈഡ്സിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ റോസ്റ്റിംഗ് നടക്കുമ്പോൾ അപ്പോൾ സപ്പോസ് എന്തെങ്കിലും മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് വേപ്പർ ആയിട്ട് അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സൾഫൈഡ്, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നെ Cu2S is converted to Cu2O. അപ്പൊ ഇവിടെ എന്തായി? ഈ സൾഫൈഡ് എന്തായിട്ട് കൺവേർട്ട് ആയി? ഇവിടെ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ആയി. ഇവിടെ കാർബണേറ്റ് ആൻഡ് ഹൈഡ്രോക്സൈഡിൽ ഇവിടെ എന്തായിരുന്നു? ഓക്സൈഡ്സ് ആയിട്ട് കൺവേർട്ട് ആയിരുന്നു. അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റേജില് കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർസ് ഇൻടു ഓക്സൈഡ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഓറിന് ഇപ്പോ കാർബണേറ്റും ഹൈഡ്രോക്സൈഡ് ഓർ ഉണ്ടെങ്കിൽ അത് കാൽസിനേഷൻ, ത്രൂ കാൽസിനേഷൻ നമ്മൾ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സപ്പോസ് ഇപ്പൊ സൾഫൈഡ് ഓർ കിട്ടിയിരിക്കുന്ന കോൺസെൻട്രേറ്റഡ് ഓർ സൾഫൈഡ് ഓർ ആണെങ്കിൽ അതിനെ നമ്മള് എന്തായാലും ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? റോസ്റ്റിംഗ് മെത്തേഡ്. അതാണ് ഈ സ്റ്റേജിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ്. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ആ കിട്ടിയ കോൺസെൻട്രേറ്റഡ് ഓറിന് ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലെ. കാർബണേറ്റ്സോ ഹൈഡ്രോക്സൈഡ്സോ സൾഫൈഡ് ഓർ ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കോൺസെൻട്രേറ്റഡ് ഓർ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യണം. സൾഫൈഡ് ആണെങ്കിൽ നമ്മൾ റോസ്റ്റിംഗ് മെത്തേഡ് ചൂസ് ചെയ്ത് ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. കിട്ടിയിരിക്കുന്ന കോൺസെൻട്രേറ്റഡ് ഓർ കാർബണേറ്റ്സ് ഇല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ്സ് ആണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ചൂസ് ചെയ്തു? കാൽസിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ അതിനെ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത സ്റ്റേജ് ആ കിട്ടിയിരിക്കുന്ന ഓക്സൈഡ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഇപ്പൊ റിഡക്ഷൻ പ്രോസസ് യൂസ് ചെയ്യണം അല്ലെ. നെക്സ്റ്റ് റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ്. അപ്പൊ ഈ റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ് നമുക്ക് നോക്കാം. ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ ഓക്സൈഡ് ഈസ് കോൾഡ് റിഡക്ഷൻ.
അപ്പൊ ആ കിട്ടിയിരിക്കുന്ന ഓക്സൈഡിൽ നിന്ന് നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിഡക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ റെഡ്യൂസിങ് ഏജൻസ് നമ്മൾ ആഡ് ചെയ്യേണ്ട വരും. അപ്പൊ എന്തൊക്കെയാണ് ഈ റെഡ്യൂസിങ് ഏജൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്? റെഡ്യൂസിങ് ഏജൻസ് എന്ന് പറയുന്നത് ഒന്നല്ല കാർബൺ ആവാം, കാർബൺ മോണോക്സൈഡ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇലക്ട്രിസിറ്റി നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ, electricity, carbon and carbon monoxide etc. are used as reducing agent on the basis of the reactivity of the metal. അപ്പോൾ ഓരോ മെറ്റലിന്റെ റിയാക്ടിവിറ്റി അനുസരിച്ചാണ് നമ്മൾ ഈ റെഡ്യൂസിങ് ഏജൻസിനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ റെഡ്യൂസിങ് ഏജൻസ് ആണ് ചൂസ് ചെയ്യുന്നത്? ഒന്നുപോലെ ഇലക്ട്രിസിറ്റി, കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രിസിറ്റി എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? റെഡ്യൂസിങ് ഏജൻസ് ആയിട്ട് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി യൂസ്ഡ് ആസ് എ റെഡ്യൂസിങ് ഏജന്റ് ടു എക്സ്ട്രാക്ട് highly reactive metals like sodium, potassium and calcium from their ores. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ്? സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം. അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഇല്ലെങ്കിൽ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ മെറ്റലർജി നമ്മൾ മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് മെത്തേഡ് ഏതാണ്? റിഫൈനിങ് ഓഫ് മെറ്റൽ. അപ്പൊ എന്താണ് ഈ റിഫൈനിങ് ഓഫ് മെറ്റൽ? റിഫൈനിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു വേർഡ് എന്തായിരിക്കും? അതിന് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. The metal obtained by reduction may contain other metal oxides and small quantities of non-metals as impurities. Refining of metal is the process of removal these impurities to get the pure metal. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കേസിൽ വരെ നമ്മൾ കണ്ടു, നമ്മൾ ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മൾ ഓർ എടുത്തു, ത്രൂ മൈനിങ് എടുത്തു. അവിടെ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്തു? ആ ഇംപ്യൂരിറ്റീസിനെ നമ്മൾ കളഞ്ഞു ബൈ ദ മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് അല്ലെ. അതിൽ ഇംപ്യൂരിറ്റീസിനെ നമ്മൾ എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് എന്താണ്? ആ കിട്ടിയ കോൺസെൻട്രേറ്റഡ് ഓറിനെ നമ്മൾ അതിനെ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലെ. ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നെക്സ്റ്റ് എന്ത് ചെയ്തു? ആ കിട്ടിയിരുന്ന ഓക്സൈഡിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തു. സൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻസി യൂസ് ചെയ്ത്. അപ്പൊ ഓരോ മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി അനുസരിച്ച് നമ്മൾ ആ റെഡ്യൂസിങ് ഏജൻസി ചൂസ് ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തു അല്ലെ. നെക്സ്റ്റ് ആ ഒരു മെറ്റൽ അപ്പൊ അത് പ്യുവർ അല്ല, അതിൽ ഇംപ്യൂരിറ്റീസ് ഉണ്ട്. എന്തൊക്കെ ഇംപ്യൂരിറ്റീസാ ഉള്ള? ആ മെറ്റലിൽ വേറെ ചില മെറ്റൽസ് കമ്പൈൻ ആയിരിക്കാം അല്ലെ. അതിനോട് മെറ്റൽ ഓക്സൈഡ്സ്. അപ്പൊ നമ്മൾ ശരിക്കും കാൽസിനേഷനോ അല്ലെങ്കിൽ റോസ്റ്റിങ്ങോ നടത്തിയില്ലേ, പ്രോസസ് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ അതിലുള്ള മെറ്റൽ ഓക്സൈഡ്സ് കമ്പൈൻ ആയിരിക്കാം. അതേപോലെ തന്നെ നോൺ ഇംപ്യൂരിറ്റി വേറെ ചില നോൺ മെറ്റൽസും ഇംപ്യൂരിറ്റീസ് ആയിട്ട് വന്ന് കാണാം. അപ്പോൾ ഈ ഇംപ്യൂരിറ്റീസിനൊക്കെ നമുക്ക് കളയണം. ഒരു പ്യുവർ മെറ്റൽ എന്ന് എടുത്താൽ ഇപ്പൊ സപ്പോസ് ഒരു കോപ്പർ അല്ലെങ്കിൽ അയൺ ആസ് എ പ്യുവർ മെറ്റൽ, അയൺ മാത്രമേ കിട്ടാൻ പാടുള്ളൂ. വേറെ എന്തെങ്കിലും മെറ്റാലിക് ഇംപ്യൂരിറ്റീസോ നോൺ മെറ്റാലിക് ഇംപ്യൂരിറ്റീസോ ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്യുവർ മെറ്റൽ എന്ന് കൺസിഡർ ചെയ്യത്തില്ല. അപ്പോ ഈ റിഫൈനിങ് ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ദീസ് ഇംപ്യൂരിറ്റീസ് ടു ഗെറ്റ് ദ പ്യുവർ മെറ്റൽ. അപ്പോ നമുക്ക് നോക്കാം ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഈ റിഫൈനിങ് ഓഫ് മെറ്റൽസിന് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
Depending on the nature of metal and the impurities present in them, different methods are used for the refining of metals. Some methods are given below. അപ്പോൾ എല്ലാ മെത്തേഡ്സിനും സെയിം മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് അല്ല. നമ്മൾ ഒരു മെറ്റൽസിന്റെ നേച്ചർ അനുസരിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന ഇംപ്യൂരിറ്റീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ മെത്തേഡ് നമുക്ക് നോക്കാം, ലിക്വേഷൻ. എന്താണ് ഈ ലിക്വേഷൻ എന്ന് പറയുന്നത്? Low melting metals like tin and lead may contain other high melting metals or metal oxides as impurities. On heating such metals on the inclined surface of a furnace, the pure metal melts and flows down, leaving the impurities behind. This process is termed as liquation. അപ്പോ ഇവിടെ ഈ ലിക്വേഷൻ പ്രോസസ്സില് ഏത് ടൈപ്പ് മെറ്റൽസിനെയാണ് നമ്മൾ ഇതിൽ പ്യൂരിഫൈ ചെയ്യുന്നത്? ലോ മെൽറ്റിംഗ് മെറ്റൽസ് ഏതൊക്കെയാണ്? ലോ മെൽറ്റിംഗ്, ടിന്നും ലെഡും പോലെയുള്ള ലോ മെൽറ്റിംഗ് മെറ്റൽസിനെ നമ്മൾ ഈ ലിക്വേഷൻ പ്രോസസ്സിലൂടെയാണ് റിഫൈനിങ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിഫൈനിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ടിൻ എടുക്കുവാണെങ്കിൽ ടിന്നിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതിനുള്ള ഇംപ്യൂരിറ്റീസ് എന്താവും? ഇംപ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വേറെ മെറ്റൽസ് ആവാം, ഇല്ലെങ്കിൽ മെറ്റൽ ഓക്സൈഡ്സ് ആവാം. ഒരു ഇംപ്യൂരിറ്റി ആ മെറ്റൽ ഓക്സൈഡ്സ് എന്തായിരിക്കും? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ പ്യൂരിഫൈ ചെയ്യുന്ന മെറ്റലില് ലോ മെൽറ്റിംഗ് പോയിന്റും ഇംപ്യൂരിറ്റി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതൊരു ഫർനേസ് ആണ്. ഫർനേസ് നമ്മൾ ഹീറ്റിംഗ് ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. നമ്മളിത് ഹീറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ഇൻക്ലൈൻഡ് സർഫേസ് സ്ലോപ്പ് ആയിട്ട് ഇവിടെ എന്താണ് നമ്മൾ ഇവിടെ ഇംപ്യൂർ മെറ്റൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇംപ്യൂർ മെറ്റലിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് വളരെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇംപ്യൂർ മെറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇപ്പോ സപ്പോസ് ഞാൻ ടിന്നാണ് എടുക്കുന്നത് എന്ന് വിചാരിച്ചാല് ഈ ടിന്നിന് വളരെ മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്. അപ്പൊ അതെന്തായിരിക്കും? അത് മെൽറ്റ് ചെയ്ത് ഇത് താഴെ വന്ന് സെറ്റിൽ ആവും. നേരെ മറിച്ച് ഇതിലുള്ള ഇംപ്യൂരിറ്റീസ് എന്തായിരിക്കും? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ആ ഇംപ്യൂരിറ്റീസ് എന്താവും? ഇവിടെ തന്നെ നിൽക്കും. അപ്പൊ ഇതിൽ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്യുവർ മെറ്റൽ ഇംപ്യൂരിറ്റീസിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഓരോ ഇംപ്യൂരിറ്റീസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, മെറ്റൽസ് എന്തായിരിക്കും? ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലിക്വേഷൻ പ്രോസസ് നമ്മൾ ചൂസ് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് മെത്തേഡ് ഡിസ്റ്റിലേഷൻ. അപ്പൊ ഈ ഡിസ്റ്റിലേഷൻ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. This method is used for the refining of metals with low boiling point such as zinc, cadmium and mercury. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറവുള്ള മെറ്റൽസ് നെയാണ് നമ്മൾ ഈ മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്യൂറി. When the impure metal is heated in a retort, a pure metal alone vaporizes. The vapors are condensed to get pure metal. This method is termed as distillation. അപ്പോൾ ഡിസ്റ്റിലേഷൻ മെത്തേഡില് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് ഇപ്പൊ ഏതൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം അല്ലെങ്കിൽ മെർക്യൂറി. അതിനെ നമ്മൾ ഇത് ഇംപ്യൂർ മെറ്റൽ ആണല്ലേ, ആ ഇംപ്യൂർ മെറ്റലിനെ നമ്മൾ ഒരു റിട്ടോർട്ടില് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. എന്താണ് ഈ റിട്ടോർട്ട് എന്ന് പറയുന്നത്? ഒരു വെസൽ ഇല്ലെങ്കിൽ അതിനൊരു ഡിവൈസ് യൂസ്ഡ് ഫോർ ഹീറ്റിംഗ് ദ മെറ്റൽ എന്ന് പറയാം. അപ്പോൾ ആ റിട്ടോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിലോട്ട് നമ്മൾ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസിനെ ഇല്ലെങ്കിൽ ഇംപ്യൂർ മെറ്റലിനെ നമ്മൾ ആഡ് ചെയ്യുന്നു.
ഓക്കെ, അത് നമ്മളത് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, പ്യുവർ മെറ്റല് വേപ്പറൈസ് ആവും. അത് വേപ്പേഴ്സ് ആയിട്ട് മാറും. ആ വേപ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വേപ്പേഴ്സിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു. ആ വേപ്പേഴ്സിനെ കളക്ട് ചെയ്ത് ആ വേപ്പേഴ്സിനെ നമ്മൾ കൂൾ ചെയ്യുന്നു. അപ്പോൾ പല മെത്തേഡ് ഉണ്ട് കൂളിംഗ്. നമ്മൾ വാട്ടർ പാസ് ചെയ്യുന്നു. അപ്പോൾ ഓരോ മെത്തേഡ്സിൽ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ആ വേപ്പർ കളക്ട് ചെയ്ത് ആ വേപ്പേഴ്സിനെ നമ്മൾ കൂൾ ചെയ്യുന്നു. കൂൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പ്യുവർ മെറ്റൽസിനെ നമുക്ക് കിട്ടും. ഇംപ്യൂരിറ്റീസ് എന്തായിരിക്കും, ആ ഇംപ്യൂരിറ്റീസ് എന്തായിരിക്കും, ആ റിട്ടോർട്ടിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഈ ഡിസ്റ്റിലേഷൻ മെത്തേഡില് മെറ്റൽസിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഒന്നുകൂടിയും നമുക്ക് നോക്കാം. അപ്പൊ ഈ ഡിസ്റ്റിലേഷൻ മെത്തേഡില് ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസിനെയാണ് ഡിസ്റ്റിലേഷൻ മെത്തേഡില് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഡിസ്റ്റിലേഷൻ മെത്തേഡില് നമ്മളൊരു റിട്ടോർട്ടിലിംഗ് ഡിവൈസിൽ നമ്മൾ ആ ഇംപ്യൂർ മെറ്റൽസ് എടുക്കുന്നു. ആ ഇംപ്യൂർ മെറ്റല് നമ്മൾ ഡിസ്റ്റിലേഷൻ ഹീറ്റ് ചെയ്യുമ്പോൾ പ്യുവർ മെറ്റൽ എന്താവും ആ ബോയിലിംഗ് പോയിന്റ്, അതിന്റെ ആ ബോയിലിംഗ് പോയിന്റ് വരുമ്പോൾ അപ്പൊ ബോയിലിംഗ് പോയിന്റ് വരുമ്പോൾ അത് വേപ്പറൈസ് ആവും. ആ വേപ്പേഴ്സിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്ത വേപ്പേഴ്സിനെ നമ്മൾ കൂൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ കണ്ടൻസ് ചെയ്യുമ്പോൾ നമുക്ക് പ്യുവർ മെറ്റൽസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസ്റ്റിലേഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. എന്താണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത്? ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ഈസ് ദ പ്രോസസ് ഓഫ് റിഫൈനിങ് എ മെറ്റൽ by the electrolysis of a solution of the salt of the metal using a small piece of pure metal as negative electrode and impure metal as positive electrode. So copper can be refined by this method. See the picture related to the refining of copper below. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോലൈസിസ് പഠിച്ചു അല്ലെ? എന്താണ് ഇലക്ട്രോലിസിസ് ഫ്രം ദ ആക്വസ് സൊല്യൂഷൻ അല്ലെ? പിന്നെ ഇലക്ട്രോലിസിസ് ഓഫ് മോൾട്ടൻ സോഡിയം ക്ലോറൈഡ്, ഇലക്ട്രോലിസിസ് ഓഫ് ആക്വസ് സോഡിയം ക്ലോറൈഡ്, അതെല്ലാം പഠിച്ചു. അപ്പോൾ സെയിം മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? Refining a metal by electrolysis of a solution of a salt of the metal using a small piece of pure metal as negative electrode and impure metal as a positive electrode. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോലിസിസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഏത് മെറ്റലാണോ റിഫൈനിങ് യൂസ് ചെയ്യുന്നത്, അത് പ്യൂരിഫൈ ചെയ്യാനുള്ള യൂസ് ചെയ്യുന്നത്, അഥവാ ഇംപ്യൂർ മെറ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ട് നമ്മൾ കണക്ട് ചെയ്യും, ആനോഡിലോട്ട് കണക്ട് ചെയ്യും. പ്യുവർ മെറ്റലിനെ നമ്മൾ കാത്തോഡിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ സപ്പോസ് ഇംപ്യൂർ മെറ്റൽ കോപ്പർ ആണ് ഞാൻ എടുക്കുന്നത് എന്ന് വെച്ചാൽ ആ ഇലക്ട്രോലൈറ്റ് എന്തായിരിക്കണം? എടുത്തേക്കുന്ന സോൾട്ട് സൊല്യൂഷൻ എന്തായിരിക്കണം? അതിന്റെ ഈ മെറ്റലിന്റെ തന്നെ സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം. ഇവിടെ ഈ ഫിഗറിൽ നോക്കി, ഞാൻ എടുത്തേക്കുന്നത് കണക്ട് ചെയ്തേക്കുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ട് കണക്ട് ചെയ്തേക്കുന്നത്, ആനോഡിലോട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഇംപ്യൂർ കോപ്പർ ആണ് അല്ലെ? അപ്പോൾ ഞാൻ ഇവിടെ ഈ കോപ്പർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ സോൾട്ട് സൊല്യൂഷൻ എന്തായിരിക്കണം? ഈ ഇലക്ട്രോലൈറ്റ് എന്ത് വേണം? കോപ്പറിന്റെ സോൾട്ട് സൊല്യൂഷൻ വേണം ഞാൻ എടുക്കാൻ. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വിത്ത് സൾഫ്യൂരിക് ആസിഡ്. ഇവിടെ നെഗറ്റീവ് കാത്തോഡിലോട്ട് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് പ്യുവർ കോപ്പർ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, അതിന്റെ റിയാക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഇപ്പൊ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു അല്ലെ? ഓക്സിഡേഷൻ, ലോസ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഈ കോപ്പർ എന്തായിരിക്കും? ഈ കോപ്പർ ഇവിടെ നിന്ന് കോപ്പർ ഇലക്ട്രോൺസ് ഇവിടെ മൂവ് ചെയ്യുന്നു. കോപ്പർ അയോൺസ് എന്താവുന്നു? ഈ ഇലക്ട്രോലൈറ്റ് ഈ സൊല്യൂഷനിലോട്ട് പോകുന്നു. Cu2+ അയോൺസ് സൊല്യൂഷനിലോട്ട് പോകുന്നു.
അത് കഴിഞ്ഞ് ഈ കോപ്പർ അയോൺസ് എന്താവുന്നു, പിന്നീട് ഈ കാത്തോഡില് ഇതിന്റെ മുകളില് ഡെപ്പോസിറ്റ് ആവുന്നു. അപ്പൊ ഇവിടെ എന്തായിരിക്കും, കാത്തോഡില് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഇവിടെ കോപ്പർ ഇവിടെ 2 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു, കോപ്പർ അയോൺസ് ഈ സൊല്യൂഷനിലോട്ട് പോകുന്നു. ഇവിടെ ആ 2 ഇലക്ട്രോൺസ് ഈ പ്യുവർ കോപ്പർ 2 ഇലക്ട്രോൺസിന്റെ ഗെയിൻ ചെയ്യുമ്പോൾ ഈ കോപ്പർ ഇവിടെ പ്യുവർ കോപ്പർ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉള്ള ഇംപ്യൂരിറ്റീസ് എന്താവുന്നു, ഇതിന്റെ താഴെ എവിടെ കണ്ടോ, ഈ താഴെ വന്ന് സെറ്റിൽ ആവുന്നു. ഇപ്പൊ അതിന്റെ കൂടെയുള്ള ഇംപ്യൂരിറ്റി വേറെ മെറ്റൽ ആയിരിക്കാം. അതെ, അപ്പൊ ഈ ഇംപ്യൂരിറ്റീസ് അതിന്റെ താഴെ തന്നെ സെറ്റിൽ ആവുന്നു. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയുന്നത്, ആനോഡ് മഡ് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. ആ ആനോഡ് മഡില് എന്തായിരിക്കും, വേറെ ചില മെറ്റൽസിന്റെ ഇംപ്യൂരിറ്റീസ് ആവാം, ഇല്ലെങ്കിൽ അതിൻ്റെ എർത്ത് ഇംപ്യൂരിറ്റീസ് ആവാം, എന്തെങ്കിലും ആവാം. അപ്പൊ ഇതിന്റെ തൊട്ട് താഴെ വന്ന് അത് സെറ്റിൽ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ഏത് മെറ്റലിനെയാണ് നമ്മൾ യൂഷ്വലി പ്യൂരിഫൈ ചെയ്യുന്നത്? കോപ്പർ മെറ്റൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ടേബിൾ നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ടേബിൾ 4.4 നോക്കാം. അപ്പോൾ ഈ ഫിഗറിന്റെ ബേസിസിലാണ് ഈ ടേബിള് ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ആനോഡ് ഏതാണ്? അപ്പൊ ആനോഡ് ഇറ്റ് ഈസ് ടേക്കൻ ആസ് എ ഇംപ്യൂർ കോപ്പർ അല്ലെ. കാത്തോഡോ? കാത്തോഡ് പ്യൂർ കോപ്പർ. ഇലക്ട്രോലൈറ്റ് ഏതാണ്? ഇലക്ട്രോലൈറ്റ് ഇവിടെ എടുത്തേക്കുന്നത് copper sulfate solution with H2SO4. Equation of the chemical reaction taking place at anode. അവിടെ ആനോഡിൽ എന്താവുന്നു? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെ. അപ്പോ ഇവിടെ എന്താവുന്നു? അപ്പൊ എങ്ങനെയാണ് ഈക്വേഷൻ? Cu gives, Cu താഴെ സോളിഡ് gives Cu2 plus 2 electrons. For oxidation is a loss of electron. ഇവിടെ റിഡക്ഷൻ, കാത്തോഡിൽ എന്താണ് സംഭവിക്കുന്നത്? റിഡക്ഷൻ. അപ്പൊ എങ്ങനെ എഴുതാം? Cu2 plus 2 electrons gives Cu. അപ്പൊ ഈ കോപ്പർ ആണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. കാത്തോഡില് പ്യൂർ കോപ്പർ ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് കോപ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് നമ്മൾ ചെയ്യുന്നത് കോപ്പർ ആണ്. നമുക്കറിയാം ഈ കോപ്പർ നമ്മൾ ഇലക്ട്രിക് വയർസിന് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ കോപ്പർ ഇലക്ട്രിക് വയർസിൽ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്യൂരിറ്റി നല്ല പ്യുവർ മെറ്റൽ ആയിരിക്കണം. ആ കോപ്പർ യൂസ് ചെയ്യുന്ന കോപ്പർ നല്ല പ്യുവർ ആയിരിക്കണം. അതിൽ പ്യുവർ അല്ലെങ്കിൽ എന്തായിരിക്കും, അത് നല്ല ഗുഡ് കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യില്ല. അപ്പോൾ ഇറ്റ് ഷുഡ് ഹാവ് എ സഫിഷ്യന്റ് പ്യൂരിറ്റി സോ ആസ് ടു ബിക്കം എ ഗുഡ് കണ്ടക്ടർ. അപ്പൊ ഗുഡ് കണ്ടക്ടർ ആണോന്നുണ്ടെങ്കിൽ ആ മെറ്റൽ എന്തായിരിക്കണം? പ്യുവർ ആയിരിക്കണം കോപ്പർ. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോലൈസിസ് നടന്നു കഴിയുമ്പോൾ ഈ ആനോഡിന്റെ തൊട്ട് താഴെ അതിന്റെ ഇംപ്യൂരിറ്റീസ് വന്ന് സെറ്റിൽ ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ ആനോഡ് മഡ്. എന്തുകൊണ്ടാണ് അതിനെ ആനോഡ് മഡ് എന്ന് പറയാൻ കാരണം ഈ ആനോഡിന്റെ താഴെയാണ് ആ ഇംപ്യൂരിറ്റീസ് സെറ്റിൽ ആവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ആനോഡ് മഡ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോലൈസിസ് പ്രോസസ്സ് നടന്ന ഉടനെ ഈ പ്യുവർ മെറ്റൽസിനെ എടുക്കൂല. ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ ഇംപ്യുവർ കോപ്പറിന്റെ കൂടെ കോസ്റ്റ്ലി മെറ്റൽസ്, അതായത് ഗോൾഡും ഇതിന്റെ കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. ഇംപ്യൂരിറ്റീസ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഈ ഗോൾഡ് പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തൊട്ട് താഴെ വന്ന് സെറ്റിൽ ആവും. അതുകൊണ്ട് ഈ മെത്തേഡില് നമ്മൾ ഈ മെറ്റലിനെ പെട്ടെന്ന് നമ്മളതിനെ എടുക്കൂല. ഇലക്ട്രോലൈസിസ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഇവിടുന്ന് ഈ പ്യുവർ കോപ്പറിനെ നമ്മൾ എടുത്ത് കളയത്തുള്ളൂ. എന്തുകൊണ്ടാണ്? ഈ മെത്തേഡ് വളരെ ചീപ്പ് മെത്തേഡാണ്. ചീപ്പ് മെത്തേഡുമാണ്. അതുപോലെ തന്നെ ആലോചിച്ച് നോക്കിയ ഒരു കോപ്പറിനെ റിഫൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു കോസ്റ്റ്ലി മെറ്റൽസ് കിട്ടുവാണെങ്കിൽ അത് ഒത്തിരി പ്രോഫിറ്റബിൾ അല്ലേ.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രോസസ്സ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഈ ഇൻഡസ്ട്രീസിൽ ഇതിന് എടുക്കുള്ളൂ. അങ്ങനെയാണ് ഈ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്, കോപ്പറിന്റെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ സെക്കൻഡ് മെറ്റലർജിയിലെ സെക്കൻഡ് സ്റ്റേജ് പഠിച്ചു. ഏതാണ്? എക്സ്ട്രാക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഇറ്റ്സ് ഓക്സൈഡ് അല്ലേ? നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? നമ്മൾ മെറ്റലർജിയിലെ സെക്കൻഡ് സ്റ്റേജ് പഠിച്ചു, അതായത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. അത് കഴിഞ്ഞ് നമ്മൾ റിഫൈനിങ് ഓഫ് മെറ്റൽ പഠിച്ചു. അപ്പൊ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓറില് നമ്മൾ 2 സ്റ്റേജ് കണ്ടു. ആദ്യത്തെ സ്റ്റേജ് എന്തായിരുന്നു? കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഇറ്റ്സ് ഓക്സൈഡ്. അപ്പോൾ അവിടെ റോസ്റ്റിങ്ങും കാൽസിനേഷനും നമ്മൾ നോക്കി. Roasting is done in the presence of air. Calcination is done in the absence of air below its melting point. അല്ലേ? അത് കഴിഞ്ഞ് റോസ്റ്റിങ്ങില് നമ്മൾ സൾഫൈഡ് ഓർസിനെയാണ് ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. കാൽസിനേഷനില് കാർബണേറ്റ് ഓർസിനെയും ഹൈഡ്രോക്സൈഡ് ഓർസിനെയാണ് നമ്മൾ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് ദ മെറ്റൽ. അപ്പോൾ മെറ്റലിന്റെ റിയാക്ടിവിറ്റി അനുസരിച്ച് നമ്മൾ അതിന് സൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻസിനെ നമ്മൾ ചൂസ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റേജ് മെറ്റലർജിയിലെ റിഫൈനിങ് ഓഫ് മെറ്റൽസ് നമ്മൾ നോക്കി. റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. അപ്പൊ പ്യുവർ മെറ്റൽ ഈസ് separated from its impurities. അപ്പൊ impurities ഏതൊക്കെയാ? impurities ആവാം, വേറെ മെറ്റൽസ് impurities ആവാം, ഗാംഗി പാർട്ടിക്കിൾസ് ആവാം, ഓക്സൈഡ് മെറ്റൽ ലൈക്ക് ഓക്സൈഡ് ആവാം. ആ impuritiesനെ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ റിഫൈനിങ് പ്രോസസ്സിൽ. റിഫൈനിങ് പ്രോസസ്സിൽ നമ്മൾ മെറ്റലിന്റെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ റിഫൈനിങ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ മെത്തേഡ് നമ്മൾ ലിക്വേഷൻ പഠിച്ചു. അപ്പോൾ അവിടെ ലിക്വേഷൻ പ്രോസസ്സിൽ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസിനെ നമ്മൾ ലിക്വേഷൻ നമ്മൾ ചെയ്യുന്നത്. ലിക്വേഷൻ പ്രോസസ്സിൽ ലോ മെൽറ്റിംഗ് മെറ്റൽസ് ടിന്ന് ഇല്ലെങ്കിൽ ലെഡ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മെറ്റൽസിനെ നമ്മൾ ഒരു ഫർണേസിൽ ഇൻക്ലൈൻഡ് സർഫേസിൽ നമ്മളത് ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹീറ്റ് ചെയ്യുമ്പോൾ പ്യുവർ മെറ്റൽ എന്താകും? മെൽറ്റ് ചെയ്ത് താഴെ വീഴും. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഇംപ്യൂരിറ്റീസ് അവിടെ വരും. അങ്ങനെയാണ് നമ്മൾ ഈ പ്യുവർ മെറ്റലും ഇംപ്യൂരിറ്റീസും സെപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡ് നമ്മൾ പഠിച്ചത് ഡിസ്റ്റിലേഷൻ. അപ്പൊ ആ ഡിസ്റ്റിലേഷൻ മെത്തേഡില് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ഡിസ്റ്റിലേഷൻ മെത്തേഡില് ബേസ്ഡ് ഓൺ ദ ബോയിലിംഗ് പോയിന്റ് ആണ് നമ്മൾ ഡിസ്റ്റിലേഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസിനെയാണ് നമ്മൾ ഈ മെത്തേഡിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റിലേഷൻ മെത്തേഡിൽ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസിനെ നമ്മൾ ഒരു വെസല് അല്ലെങ്കിൽ റിട്ടോർട്ടിൽ നമ്മൾ എടുക്കുന്നു. നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്നു. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? പ്യുവർ മെറ്റൽ വേപ്പറൈസ് ആവും. ആ വേപ്പറിനെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ കണ്ടൻസ് ചെയ്യും. അത് അങ്ങനെയാണ് കണ്ടൻസ് ചെയ്യുമ്പോൾ നമുക്ക് പ്യുവർ മെറ്റൽ കിട്ടും. ഇംപ്യുവർ മെറ്റൽ ഉണ്ടെങ്കിൽ ആ റിട്ടോർട്ടിൽ അല്ലെങ്കിൽ ആ വെസലിൽ അത് സെറ്റിൽ ആവും. അങ്ങനെയാണ് ഡിസ്റ്റിലേഷൻ മെത്തേഡിൽ നമ്മൾ റിഫൈനിങ് പ്രോസസ്സ് നടത്തുന്നത്. മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ പഠിച്ചത് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കോപ്പറിനെ നമ്മൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് നമ്മൾ ചെയ്യുന്നു. നമ്മൾ ഏതാണോ ഇംപ്യൂർ മെറ്റൽ എടുക്കുന്നത് ആ മെറ്റലിന്റെ സോൾട്ട് സൊല്യൂഷൻ വേണം ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കാൻ. ആ ഇംപ്യൂർ മെറ്റൽ നമ്മളെപ്പോഴും ആനോഡിൽ കൺവേർട്ട് ചെയ്യും, അതായത് പോസിറ്റീവ് കണക്ട് ചെയ്യും. പ്യുവർ
മെറ്റലിനെ നമ്മളെപ്പോഴും നെഗറ്റീവ് ഇലക്ട്രോണിൽ കണക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രോലൈസിസ് പ്രോസസ്സ് നടത്തുമ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും, കാത്തോഡിൽ റിഡക്ഷൻ നടക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ നമുക്ക് നോക്കാം. അപ്പോൾ താങ്ക് യു സ്റ്റുഡൻസ്, ഹാവ് എ നൈസ്